Hi 10th. So we were discussing about exercise 6.2 now, isn't it? First three questions we have discussed, and through this video session we are going to continue the discussion of exercise 6.2, and I think you understood all the questions which we discussed, no? So without wasting much time, I'm going to take the very next question. Okay, see, this is your fourth question. We are going to discuss that. Okay, exercise 6.2 question number 4. Okay, see, this is your figure. It is already given in the textbook, and these are the given thing. Given D is parallel to AC, you just read out the question. Given D is parallel to AC, that means C. Let me use different things. Given thing is DE parallel to AC. See, DE എന്ന് പറഞ്ഞാൽ ഈ ലൈൻ, അതും AC എന്ന് പറഞ്ഞാൽ ഈ ലൈൻ. ഓക്കെ, DE എന്ന് പറഞ്ഞാൽ ഈ ലൈൻ, ക്ലിയർ ആണല്ലോ. AC എന്ന് പറഞ്ഞാൽ ഈ ലൈൻ, ഇതാ ഇങ്ങനെ ബ്ലാക്കിൽ മാർക്ക് ചെയ്താൽ രണ്ട് ലൈൻ, ബ്ലാക്ക് ആരോ മാർക്ക്, ഈ രണ്ട് ലൈൻ. D is parallel to AC. I think it is clear. Then one more thing is given. With that, one more given thing is the DF is parallel to A. See, DF എന്ന് പറഞ്ഞാൽ ഇതാണ്, പാരലൽ ടു A എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പം ഇത് രണ്ടും പാരലാണ്, ഇത് രണ്ടും പാരലാണ്. ഇനി ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. BF/FE നോക്കി, BF/FE ഈസ് ഈക്വൽ ടു BE ഡിവൈഡ് ബൈ EC എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ പ്രൂവ് ചെയ്യേണ്ടത് എന്തോ ആവട്ടെ, നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് BF/FE ഈസ് ഈക്വൽ ടു B/EC. എന്തായാലും റേഷ്യോയിലോട്ടാണ് നമ്മൾ എത്തിക്കേണ്ടത്. അതെന്തോ ആയിക്കോട്ടെ, നിങ്ങൾ അതിലിട്ട് നിങ്ങൾ നോക്കി ആദ്യം നിങ്ങൾ നോക്കണ്ട, ചെറിയ കൺഫ്യൂഷൻ വരും. അപ്പോൾ നമുക്ക് ഇത് ഗിവൺ തിങ്ങിലോട്ട് ആദ്യം കോൺസെൻട്രേറ്റ് ചെയ്യാം. അതിൽ നിന്നും ഗിവൺ തിങ്ങിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും നോക്കാം. D ഈസ് പാരലൽ ടു AC ആയതുകൊണ്ട് D ഈസ് പാരലൽ ടു AC എന്ന് പറയുമ്പം AC എന്ന് പറയുന്നത് ഏത് ട്രയാങ്കിളിൻ്റെ സൈഡാണ്? ABC എന്ന് പറയുന്ന വലിയ ട്രയാങ്കിളിൻ്റെ സൈഡാണ് AC. ഐ റിപ്പീറ്റ്, ഇവിടെ D പാരലൽ ടു AC എന്ന് പറയുമ്പം ഈ AC എന്ന് പറയുന്നത് ഈ വലിയ ട്രയാങ്കിൾ ABCയുടെ ഒരു സൈഡാണ്. ഈ വലിയ ട്രയാങ്കിൾ ABCയുടെ ഒരു സൈഡാണ് AC. ആ ACക്ക് പാരലായിട്ട് ആ ട്രയാങ്കിൾ വരുന്ന വേറൊരു ലൈനാണ് ഇതാണ്. അതായത് ഞാൻ മാറ്റി ഒന്ന് വേണമെങ്കിൽ ക്ലിയർ ആയിട്ട് വരയ്ക്കുമെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ കൺഫ്യൂഷനോട് പോകും. അതായത് ഞാനിപ്പോൾ വരയ്ക്കുന്ന വലിയ ട്രയാങ്കിളാണ് ACB, അതിലൊരു സൈഡാണ് AC എന്ന് പറഞ്ഞു. പിന്നെ അതിന് പാരലായിട്ട് വരച്ച ഒരു ലൈനാണ് D അല്ലേ, D. ഇപ്പോൾ ഞാൻ ബാക്കിയുള്ള ലൈനുകൾ വരയ്ക്കുന്നില്ല ഈ ഫിഗറിൽ, നിങ്ങൾക്ക് ക്ലാരിറ്റിക്ക് വേണ്ടി. ഇതിൽ പറഞ്ഞേക്കുന്ന Dയും ACയും പാരലാണെന്നാണ് മനസ്സിലായോ? ഞാൻ ഈ ABC എന്ന് പറഞ്ഞ വലിയ ട്രയാങ്കിളും ഈ ലൈനും ഈ സൈഡും AC എന്ന് പറയുന്ന സൈഡിന് പാരലായിട്ടുള്ള DE എന്ന് പറയുന്ന ആ ലൈൻ മാത്രമേ ഈ ഫിഗറിൽ വരയ്ക്കുന്നുള്ളൂ, നിങ്ങൾക്ക് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം ഈ ഫിഗറിൽ നിന്നും എന്ത് തിയറം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും? AC എന്ന് പറയുന്നത് ഈ ട്രയാങ്കിളുടെ സൈഡാണ്. ആ AC എന്ന് പറയുന്ന ട്രയാങ്കിളുടെ സൈഡിന് പാരലായിട്ട് D എന്ന് പറയുന്ന ഒരു ലൈനിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ അവിടെ ഏത് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റും? ഓഫ് കോഴ്സ് വി ക്യാൻ അപ്ലൈ Thales തിയറം. Why? Because if a line is parallel to one side of the triangle, then that by Thales theorem that line should divide the remaining two sides in equal ratio. So we can easily apply Thales theorem there, no? So let us apply that. Okay. സോ അപ്പോൾ അതാണ് ഗിവൺ തിങ്ങിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. അതൊക്കെ ചെയ്യാൻ പറ്റുന്നതൊക്കെ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഡിയും ACയും പാരലാണെന്നുള്ള ഒരു ഒബ്സർവേഷൻ വെച്ചിട്ട് ABC എന്ന് പറയുന്ന ട്രയാങ്കിളിൽ നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാൻ പറ്റും? Thales theorem അപ്ലൈ ചെയ്യാൻ പറ്റും. സോ എന്തെന്ന് എഴുതാം? ആ ട്രയാങ്കിളിൻ്റെ നെയിം സ്പെസിഫൈ ചെയ്യണം. ഇൻ ട്രയാങ്കിൾ ABC, ട്രയാങ്കിളിൻ്റെ സെലക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻ ട്രയാങ്കിൾ ABC D ഈസ് പാരലൽ ടു AC. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതാണ് നിങ്ങളുടെ ഫിഗർ. ഇത് രണ്ട് ഗിവൺ തിങ്. അപ്പോൾ ആദ്യത്തെ ഗിവൺ തിങ് ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതും പാരലാണെന്ന്. അപ്പോൾ ഞാൻ ആ ഫിഗർ മാത്രം ആ വലിയ ട്രയാങ്കിളും ആ പാരലായിട്ട് വന്ന ആ ലൈന് മാത്രം വരച്ചിട്ടൊന്ന് ആലോചിച്ച് നോക്കുമ്പോൾ എനിക്ക് അവിടെ Thales theorem അപ്ലൈ ചെയ്യാൻ പറ്റിയെന്ന് മനസ്സിലായി. അങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത്. ബൈ ഹാർട്ട് പഠിക്കേണ്ട കാര്യമുണ്ടോ? എന്തെളുപ്പമാണെന്ന് നോക്കി. ഇൻ ട്രയാങ്കിൾ ABC സിൻസ് D ഈസ് പാരലൽ ടു AC ബൈ ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം ഓർ Thales theorem, രണ്ടും ഒന്നാണ്. ബൈ ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം we can say that line divides the remaining two sides in equal ratio. That means what we can write? Tell me. BD by DA, isn't it? BD by DA should be equal to B by EC. Thales theorem പറയുന്നത് എന്താണ്? ഒരു ട്രയാങ്കിളിൻ്റെ സൈഡിന് പാരലായിട്ടൊരു ലൈൻ ഉണ്ടെങ്കിൽ ആ ലൈൻ മറ്റ് രണ്ട് സൈഡിന് ഈക്വൽ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യും. അതായത് BD by DA should be equal to B by EC by Thales theorem. This is your first expression. Let it be there. നമുക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും കാര്യം ഉണ്ടാവുമെന്ന് വിചാരിക്കാം. ഇനി അടുത്തത്, അപ്പം ഈ
ഈ ലൈനും ഈ സൈഡും പാരലായതുകൊണ്ടുള്ള തേൽസ് തിയറം നമ്മൾ അപ്ലൈ ചെയ്തു. ഇനി അടുത്ത ഗിവൺ തിങ് എന്താണെന്ന് നോക്കി, ഡി എഫ് ഈസ് പാരലൽ ടു എ ഇ. ഡി എഫും എ ഇയും പാരലാണ്, ഡി എഫും എ ഇയും പാരലാണ്. അപ്പോൾ ഏത് ട്രയാങ്കിൾ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടി വരും? ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ബി ഇ എ എന്ന് പറയുന്ന ട്രയാങ്കിൾ നിങ്ങളൊന്ന് മാറ്റി വരയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെയും എന്തെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് ആലോചിക്കാൻ പറ്റുക. ആ ബി എ എന്ന് പറയുന്ന ട്രയാങ്കിൾ മാത്രം, അതായത് ബി ഇ എ, ബി ഇ എന്ന് പറഞ്ഞ ട്രയാങ്കിളും ആ ബി എ ഇ എന്ന് പറയുന്ന സൈഡിന് പാരലായിട്ട് ഡി എഫ് അല്ലേ ഉള്ളത്, ആ ഡി എഫ് മാത്രം, ബാക്കിയൊന്നും ഞാൻ വരയ്ക്കുന്നില്ല. ഇവിടെ നിങ്ങൾക്കറിയാം ഡി എഫും എയും പാരലാണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെയും നിങ്ങൾക്ക് തേൽസ് തിയറം അപ്ലൈ ചെയ്തൂടെ? യെസ്. സോ ഇൻ ട്രയാങ്കിൾ ബി ഇ എ, സിൻസ് ടെൽ മീ DF is parallel to AE, there we can apply what? Which theorem? Tell me very fast. There we can apply Thales theorem. Then by Thales theorem or BPT, what we can say? What we can write? Can you tell me that? BD by DA, isn't it? See, BD by DA should be equal to what? BF by FE should be equal to BF by FE. Simply because of Thales theorem. Second expression. ഫസ്റ്റ് എക്സ്പ്രഷൻ കിട്ടാൻ കാരണം എന്താണ്? ഈ ഫസ്റ്റ് ഗിവൺ തിങ്ങിനെ പറ്റി ആലോചിച്ചു. അപ്പോൾ നമ്മൾ വലിയ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യണം. ആ വലിയ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യണം കാരണം എന്താ മനസ്സിലായത്? കാരണം ഇവിടെ എ സി എന്ന് പറഞ്ഞ സൈഡാണ്. എ സി എന്ന് പറയുന്ന സൈഡും അതിന് പാരലായിട്ടുള്ള ഡി എന്ന് പറയുന്ന ഒരു ലൈനും പാരലാണെന്ന് പറയുമ്പോൾ വലിയ ട്രയാങ്കിൾ എടുത്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് തേൽസ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ അതെടുത്ത് തേൽസ് തിയറം അപ്ലൈ ചെയ്ത് സെക്കൻഡ് ട്രയാങ്കിളിൽ തന്നിരിക്കുന്ന ഗിവൺ തിങ് ഇതനുസരിച്ച് നമുക്ക് മനസ്സിലായി നമുക്ക് ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യണം. കാരണം ഇവിടെ പറയുന്ന എ എന്ന് പറയുന്ന സൈഡ് ഇതാണ്, അതിന് പാരലായിട്ട് ഡി എഫ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്താൽ തേൽസ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അത് നമ്മൾ കൺസിഡർ ചെയ്ത് തേൽസ് തിയറം അപ്ലൈ ചെയ്ത് സെക്കൻഡ് എക്സ്പ്രഷൻ എഴുതി. ഇനി ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് എക്സ്പ്രഷൻ കമ്പയർ ചെയ്ത് നോക്കി. ഇൻ വ്യൂ ഓഫ് ഫസ്റ്റ്, നമുക്ക് ആദ്യം ഇതിനെപ്പറ്റി നോക്കുമ്പോൾ ഒരു ഐഡിയയും കിട്ടിയില്ല. പക്ഷേ ഈ ഗിവൺ തിങ്ങിന് രണ്ടിലും നമ്മൾ തേൽസ് തിയറം അപ്ലൈ ചെയ്ത് നോക്കിയപ്പോൾ നോക്കി ഇൻ വ്യൂ ഓഫ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് എക്സ്പ്രഷൻ. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് എക്സ്പ്രഷൻ്റെ എൽ എച്ച് എസ് നോക്കി, ബി ഡി ബൈ ഡി ആണ് ഇവിടെയും ബി ഡി ബൈ ഡി, അതായത് എൽ എച്ച് എസ് ഈക്വലാണ് രണ്ട് ഇക്വേഷൻ്റെയും. അപ്പോൾ ആർ എച്ച് എസ് ഈക്വൽ ആവണ്ടേ? അതെന്ന് വെച്ചാൽ എന്താണ്? ബി എഫ് ബൈ എഫ് ഇ ഷുഡ് ബി ഈക്വൽ ടു ബി ഇ ബൈ ഇ സി. BF by, that implies BF by FE should be equal to B by EC. See, BF by FE should be equal to B by EC. ഇതല്ലേ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്? BF by FE is equal to B by EC. The proof, hence the proof. See, this is the answer for the question. See, അപ്പോൾ നമുക്ക് ഞാൻ ഒരു സമയത്ത് പറഞ്ഞത് ഇത് ഇൻട്രസ്റ്റിംഗ് അല്ല ചാപ്റ്റർ എന്ന് തോന്നുന്നു. പക്ഷേ ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് നോക്കി എത്രയോ നമുക്ക് തേൽസ് തിയറം നന്നായി ഡൈജസ്റ്റ് ചെയ്ത കുട്ടികൾക്ക്, കാരണം ഞാൻ എൻ്റെ ലൈവിൽ 2 ക്ലാസ്സിന് ലൈവ് എടുത്ത സമയത്ത് എനിക്ക് അനുഭവപ്പെട്ട കാര്യമാണ്. ചില കുട്ടികൾ വളരെ നന്നായിട്ട് തേൽസ് തിയറം അരച്ചു കലക്കി കുടിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള കുട്ടികൾക്ക് ഇതെന്ന് പറഞ്ഞാൽ സോ സിമ്പിൾ എന്ന് അവർ പറയും. ഇത്ര എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണിത്. യു മേ അണ്ടർസ്റ്റാൻഡ് നോ? നെക്സ്റ്റ് we are going to discuss question number 5. So this is the figure according to that question. Okay, and these are the few given things. D is parallel to OQ, DF is parallel to OR. Which are the given things? Given that DE and OQ are parallel. See, DE, this is what is DE, and this is what is OQ. അതായത് ഡി എന്ന് പറയുന്ന അതും ഒ ക്യു എന്ന് പറയുന്നതും പാരലാണ്. പിന്നെ എന്താണ് വന്നിരിക്കുന്നത്? ഡി എഫ് ഈസ് പാരലൽ ടു ഒ ആർ. സി, ദിസ് ഈസ് വാട്ട് ഈസ് ഡി എഫ്, ദിസ് ഈസ് വാട്ട് ഈസ് ഒ ആർ. അത് രണ്ടും പാരലാണ്. ഇനി നമുക്ക് പ്രൂവ് ചെയ്യണം ഇ എഫ് ഈസ് പാരലൽ ടു ക്യു ആർ. നമുക്ക് പ്രൂവ് ചെയ്യണം എന്ത്? ഇ എഫും ക്യു ആറും പാരലാണെന്ന്. അതായത് ഇ എഫ് ഇതാണ് ഇ എഫ്, ഇതാണ് ക്യു ആർ. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? ഇ എഫും ക്യു ആറും പാരലാണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇതിനെപ്പറ്റി ഇപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ചിന്തിക്കുന്നില്ല. ഈ രണ്ട് ഗിവൺ തിങ്സിനെ പറ്റി ആലോചിക്കുക. ഓക്കെ, ഡിയും ഒ ക്യു പ്രൂഫിലോട്ടാണ് നമ്മൾ പോകുന്നത്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? ഇ എഫും ക്യു ആറും പാരലാണെന്ന് പ്രൂവ് ചെയ്യണം. സോ ലെറ്റ് ഇറ്റ് ബി ദർ. സോ ലെറ്റ് us think about, let us focus in the given things. ഫസ്റ്റ് ഗിവൺ തിങ് എന്താണ്? ഡി ഈസ് പാരലൽ ടു ഒ ക്യു. ഡിയും ഒ ക്യുവും പാരലാണെങ്കിൽ നമുക്ക് തേൽസ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ടെൻഡൻസി, ഒരു ഫീൽ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാകും. അങ്ങനെയാണെങ്കിൽ അത് അപ്ലൈ ചെയ്യണമെങ്കിൽ ഏത് ട്രയാങ്കിളാണ് കൺസിഡർ ചെയ്യേണ്ടത്? ഡി ഇ പാരലൽ ടു ഒ ക്യു ആ. അപ്പോൾ ഒ ക്യു സൈഡായിട്ടുള്ള ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യണം അല്ലേ? അത് വേണമെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണേൽ മാറ്റി വരയ്ക്കാം. ആ കൺഫ്യൂഷൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മാറ്റി വരയ്ക്കണം നിർബന്ധമില്ല. ആ ട്രയാങ്കിൾ, ആ ഒരു പോർഷൻ മാത്രം ഞാനിങ്ങനെ മാറ്റി വരയ്ക്കുന്നത്. ഏതാണ് വരയ്ക്കുന്നത്? ക്യു ഒ പി എന്നുള്ള ട്രയാങ്കിൾ, പി ഒ
ഒ ക്യു അല്ലെങ്കിൽ ക്യു ഒ പി എന്നുള്ള ട്രയാങ്കിൾ. അതിൽ നമുക്ക് ഇ ഡി എന്ന് പറയുന്ന സൈഡ് ഇതാ, ഇ ഡി മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു. ഇ ഡി എന്ന് പറയുന്ന സൈഡ് ഒ ക്യൂവിന് പാരലാണ്. ഇതാ ഇ ഡി എന്ന് പറയുന്ന സൈഡ് ഒ ക്യൂവിന് പാരലായി ഞാൻ ഈ പി ഒ ക്യു എന്ന് പറയുന്ന ട്രയാങ്കിൾ മാത്രം മാറ്റി വരയ്ക്കാൻ കാരണം ഇത്രയും വലിയൊരു ഫിഗറിൽ നിന്നും വേർതിരിച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ മാറ്റി വരയ്ക്കുന്നത്. ആ പോർഷൻ മാറ്റി വരയ്ക്കും. ഇതിൽ ഗിവൺ ആയിട്ടുള്ള കാര്യം തന്നെയാണ് ഡി ഈസ് പാരലൽ ടു ഒ ക്യു. അതായത് ഈ ട്രയാങ്കിളിൽ ഒ ക്യു എന്ന സൈഡിന് പാരലായിട്ടുള്ള ഒരു ലൈനാണിത്. അങ്ങനെയാണെങ്കിൽ in this triangle we can use which theorem? Thales theorem. Why? Because if a line is parallel to one side of the triangle, then there we can use Thales theorem. That line should divide the remaining two sides in equal ratio because that line is already parallel, no? Yes. So in the consider which triangle. അപ്പോൾ മനസ്സിലായില്ലേ? അത്രയെങ്കിലും നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യനും ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യന് വലിയൊരു സാധനമാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഒരു ഐഡിയയും കിട്ടുന്നില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇതുപോലെ Thales theorem അപ്ലൈ ചെയ്തിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന പോസിബിലിറ്റി ഉണ്ടാകുന്ന ക്വസ്റ്റ്യനാണ് ട്രയാങ്കിൾസിലെ എല്ലാ ക്വസ്റ്റ്യനും. സോ കൺസിഡർ ട്രയാങ്കിൾ POQ. Consider triangle POQ. Here ED is parallel to, or D is parallel to OQ. Then by basic proportionality theorem or Thales theorem, what we can say? Can you tell me that PE divided by EQ should be equal to PD divided by DO, isn't it? PE divided by EQ is equal to PD divided by DO. Let it be a first equation. അതവിടെ കഴിഞ്ഞു. അത് മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റുന്ന അത്രയും ചെയ്ത് നിർത്തി. ഇനി അടുത്തത് എന്താണ്? ഡി എഫും ക്യു ആറും പാരലാണ്. എന്താണ്? ഡി എഫും ക്യു ആറും പാരലാണ്. ഇപ്പം നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ വരെ ആദ്യം എടുത്ത് നിർത്തി. അത്രയാണ് നമുക്കതിൽ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളതവിടെ നിർത്തി. Thales theorem അപ്ലൈ ചെയ്തു. ഇനി അടുത്ത ഗിവൺ കണ്ടീഷൻ കൊടുക്കുക. ഡി എഫ് ഈസ് പാരലൽ ടു ഒ ആർ. ഇനി നോക്കി, ഡി എഫും ഒ ആറും പാരലാണ്. അപ്പോൾ ഏത് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യേണ്ടി വരും Thales theorem അപ്ലൈ ചെയ്യാൻ? ആർ ഒ പി എന്ന് പറയുന്ന ട്രയാങ്കിൾ. അത് വേണമെങ്കിൽ നിങ്ങൾ സൈഡിലോട്ട് മാറ്റി വരച്ചോളൂ. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ മാറ്റി വരച്ചാൽ എന്താണ് വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ. നമുക്ക് ടൈം സേവ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ മാറ്റി വരച്ചുകൊണ്ടിരുന്നൊന്നും പറ്റില്ല. ഇവിടെ നമുക്ക് പറഞ്ഞിരിക്കുന്നത് ഡി എഫ് എന്ന് പറയുന്ന ഈ സൈഡ് ഒ ആറിന് പാരലാണ്. അപ്പം ട്രയാങ്കിൾ ഒരു സൈഡിന് പാരലായിട്ട് ഇങ്ങനെ ഒരു ഡി എഫ് എന്ന് പറയുന്ന ലൈൻ ഉണ്ടെങ്കിൽ അവിടെയും നമുക്ക് Thales theorem അപ്ലൈ ചെയ്യാം. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ സിമിലർലി എന്ന് ഉപയോഗിക്കാം. സമയം തീരെ ഇല്ലാത്തൊരവസ്ഥയിലൊക്കെയാണ് എക്സാമിനെങ്കിൽ സിമിലർലി ഉപയോഗിച്ചിട്ട് എന്തെന്ന് ഉപയോഗിക്കാം? പി ഡി ഡിവൈഡ് ബൈ സിമിലർലി എന്ന് പറഞ്ഞാൽ ഈ കാരണങ്ങളൊക്കെ നമുക്ക് അടുത്ത ട്രയാങ്കിളും അപ്ലൈ ചെയ്യുന്നു. അതുകൊണ്ട് ഈ കാരണങ്ങളൊന്നും ബൈ ബി പി ടിന്നോ ബൈ ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറന്നോ ഇതൊന്നും എഴുതേണ്ട ആവശ്യമില്ല. വീണ്ടും ഇതേ റീസൺ കൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട് ഈ റേഷ്യോ ഡയറക്റ്റായിട്ട് വേണമെങ്കിൽ എഴുതാം. അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇന്ന ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുന്നു, അവിടെ ഇന്നത് പാരലായതുകൊണ്ട് ബൈ ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം എഴുതാം അതിനുള്ള സമയം ഉണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ സിമിലർലി എന്ന് എഴുതിയാൽ മതി, ഒരു കുഴപ്പമില്ല. ഓക്കെ. സോ എന്താണ് പെട്ടെന്ന് റേഷ്യോയിലോട്ട് എഴുതുന്നു? പി ഡി ഡിവൈഡ് ബൈ ഡി ഒ ഷുഡ് ബി ഈക്വൽ ടു വാട്ട്? പി എഫ് ബൈ എഫ് ആർ. കാരണം എന്താ? ഡി എഫ് ഈസ് പാരലൽ ടു ഒ ആർ ആയതുകൊണ്ട് Thales theorem സാറ്റിസ്ഫൈ ചെയ്യും. അതുകൊണ്ടാണ് സിമിലർലി എന്ന് പറഞ്ഞാൽ മേലത്തെ റീസണൊക്കെ ഇവിടെ അപ്ലൈ ചെയ്യുന്നു എന്നാണ് അർത്ഥം. ഓക്കെ. സോ പി ഡി ഡിവൈഡ് ബൈ വാട്ട്? ഡി ഒ ഷുഡ് ബി ഈക്വൽ ടു പി എഫ് ബൈ എഫ് ആർ. ലെറ്റ് ഇറ്റ് ബി എ സെക്കൻഡ് ഇക്വേഷൻ. ഇനി ഫസ്റ്റും സെക്കൻഡ് ഇക്വേഷൻ ഒന്ന് കമ്പയർ ചെയ്തേ. ഇൻ വ്യൂ ഓഫ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഇക്വേഷൻ എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? പി ബൈ ഇ ക്യു ഇസിക്കൽ ടു പി ഡി ബൈ ഡി ഒ. ആ പി ഡി ബൈ ഡി ഒ ഇസിക്കൽ ടു പി എഫ് ബൈ എഫ് ആർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റും സെക്കൻഡ് ഇക്വേഷൻ കണക്ട് ചെയ്ത് വായിക്കുമ്പോൾ ഇതൊരു ഈ ഒരു ഫോർമാറ്റിലാണ്. എ ഇസിക്കൽ ബി, ബി ഇസിക്കൽ ഡി. എ ഇസിക്കൽ ബി, ആ ബി എന്ന് പറഞ്ഞാൽ ഡി ആണ്. അതിൻ്റെ അർത്ഥം എയും ഡിയും ഈക്വലാണല്ലേ. എ ബി ആണ്, ആ ബി ഡി ആണ്. അപ്പോൾ എയും ഡി ഈക്വലാവണ്ടേ. അതുപോലെ തന്നെ പി ബൈ ഇത് രണ്ടും ഈക്വലായിട്ടാണ് വന്നിരിക്കുന്നത്. പി ഡി ബൈ ഡി ഒ, പി ഡി ബൈ ഡി ഒ. അതുകൊണ്ട് പി ബൈ ഇ ക്യൂയും പി എഫ് ബൈ എഫ് ആറും ഈക്വൽ ആവണം. ദാറ്റും ഇൻ വ്യൂ ഓഫ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഇക്വേഷൻ വാട്ട് വി ക്യാൻ റൈറ്റ്? പി ബൈ ഇ ക്യു ഷുഡ് ബി ഈക്വൽ ടു പി എഫ് ബൈ എഫ് ആർ. ഇത്രയും നിങ്ങൾക്ക് ധൈര്യമായിട്ട് എഴുതാം രണ്ട് ഇക്വേഷനും കമ്പയർ ചെയ്തിട്ട്. ഇനി നിങ്ങൾക്ക് തോന്നാവുന്ന ഒരു സംശയമാണ്, സാർ ഇതല്ലല്ലോ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്, ഇ എഫ് ഈസ് പാരലൽ ടു ക്യു ആർ എന്നല്ലേ? ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ, ഒരേ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ. ഒരു ട്രയാങ്കിളിൽ എങ്ങനെ ഒരു ലൈനുണ്ട്, അത് ഇതിന് പാരലാണോന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഇവിടെ ഈ ഭാഗം എയും ഈ ഭാഗം ബിയും ഈ ഭാഗം സിയും ഈ ഭാഗം ഡിയും ആണെങ്കിൽ എ ബൈ ബിയും സി ബൈ ഡിയും ഈക്വൽ ആണെങ്കിൽ ഈ രണ്ട് ലൈൻ പാരലാണെന്നല്ലേ കൺവേഴ്സ് ഓഫ് Thales theorem പറയുന്നത്. എന്താണ് കൺവേഴ്സ് ഓഫ് Thales theorem പറയുന്നത്? ഈ ലൈനും പാരലാണോ എന്ന് എനിക്ക് അറിയില്ല ആദ്യം. ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ എനിക്ക് ഈ ലൈൻ, ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നു, ഈ ലൈനും എനിക്ക് പാരലാണോ എന്ന് അറിയത്തില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ ലൈൻ
ഈ സൈഡിനെയും ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ ആയി A/Bയും C/Dയും ഈക്വലായി വരികയാണെങ്കിൽ ആ ലൈനും ഈ സൈഡും പാരലാണെന്നാണ് കൺവേഴ്സ് ഓഫ് തേൽസ് തിയറം പറയുന്നത്. അപ്പോൾ ഇതേ പ്രോപ്പർട്ടി ഇവിടെ അപ്ലൈ ചെയ്തൂടെ? എന്താണ് P/EQ = PF/FR എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഇതാ P/ പിന്നെ EQ = PF/FR. PF/FR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കി, ഇനി ഉള്ളിലുള്ള ഈ ചെറിയ ചെറിയ വരകളൊക്കെ ഒന്ന് മനസ്സിൽ നിന്ന് മാറ്റി കളയുക. എന്നിട്ട് നിങ്ങൾ ഈ വലിയ ട്രയാങ്കിൾ മാത്രം കൺസിഡർ ചെയ്യുക. ശ്രദ്ധിച്ചിരിക്കുക ഞാൻ പറയുന്നത്. PQR എന്ന് പറയുന്ന ട്രയാങ്കിൾ മാത്രം കൺസിഡർ ചെയ്യുക. PQR ഇതിൻ്റെ ഉള്ളിലുള്ള ഈ ചെറിയ വരെയും 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 ഒന്നും അവിടെ ഇല്ല എന്ന് വിചാരിക്കുക. എന്തുമാത്രം നിങ്ങൾ വിചാരിക്കുക? PQR എന്ന് പറയുന്ന ട്രയാങ്കിളും EF എന്ന് പറയുന്ന ലൈനും. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് EFഉം QR-ഉം പാരലാണെന്നാണ്. അപ്പോൾ നിങ്ങൾ ഇത് ചെറിയ വരകളൊക്കെ മറന്നു കളഞ്ഞിട്ട് PQR എന്ന് പറയുന്ന വലിയ ട്രയാങ്കിളും EF എന്ന് പറയുന്ന ലൈനും മാത്രം കൺസിഡർ ചെയ്യുക. ആ EF എന്ന് പറയുന്ന ലൈൻ PQR എന്ന് പറയുന്ന ട്രയാങ്കിളിലെ രണ്ട് സൈഡായ PQനെയും PRനെയും ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ ആണ് P/EQവും PF/FRും. ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യുന്നു ഞാൻ. EF എന്ന് പറയുന്ന ലൈൻ ഈ ട്രയാങ്കിളിലെ ഈ രണ്ട് സൈഡിനെ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ ആണ് P/EQവും PF/FRും. ആ റേഷ്യോ P/EQവും PF/FRും ഈക്വൽ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺവേഴ്സ് ഓഫ് തേൽസ് തിയറം എന്താണ് പറയുന്നത്? ഒരു ലൈൻ രണ്ട് സൈഡിനെ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ ഈക്വൽ ആയാൽ, റേഷ്യോ ഈക്വലായി ഇവിടെ, അതിൻ്റെ അർത്ഥം ആ ലൈൻ ആ സൈഡിന് പാരലാണെന്നല്ല അർത്ഥം. ഒന്നുകൂടെ ഞാൻ പറയുന്നു. ഒരു ട്രയാങ്കിൾ ഇതും പാരലാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഈ ലൈൻ ഈ സൈഡിനെ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ ആയ A/Bയും ഈ ലൈൻ ഈ സൈഡിനെ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ ആയ C/Dയും ഈക്വൽ ആണെങ്കിൽ ഈ രണ്ട് ലൈനും ഈ ലൈനും ഈ സൈഡും പാരലാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ട്രയാങ്കിളിനെ പറ്റിയും ഈ EF എന്ന് പറയുന്ന സൈഡിൻ്റെ ലൈനിനെ പറ്റിയും മാത്രം ആലോചിക്കുക. ഈ ട്രയാങ്കിൾ PQRനെ പറ്റിയും ആ PQR എന്ന് പറയുന്ന ട്രയാങ്കിൾ ക്രോസ് ചെയ്തു പോകുന്ന EF എന്ന് പറയുന്ന ലൈനിനെയും പറ്റി മാത്രം ആലോചിക്കുക. ആ EF എന്ന് പറയുന്ന ലൈൻ PQനെ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ ആണ് P/EQ. ആ EF എന്ന് പറയുന്ന ലൈൻ PRനെ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ ആണ് PF/FR. ആ രണ്ട് റേഷ്യോയും ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? കൺവേഴ്സ് ഓഫ് തേൽസ് തിയറം പറയുന്നത് ഒരു ലൈൻ അപ്പുറം ഇപ്പുറം സൈഡിലെ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ ഈക്വലായി വന്നു കഴിഞ്ഞാൽ, ഈക്വലായി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ലൈനും ആ സൈഡും പാരലാണെന്നാണല്ലോ പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. സോ P/EQ = PF/FR എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? EF ഡിവൈഡ്സ് PQ ആൻഡ് PR അല്ലേ? EF എന്ന് പറയുന്ന സൈഡ് PQ എന്ന് പറയുന്ന EF എന്ന് പറയുന്ന ലൈൻ PQ എന്ന് പറയുന്ന സൈഡിനെയും PR എന്ന് പറയുന്ന സൈഡിനെയും EF ഡിവൈഡ്സ് PQ ആൻഡ് PR ഇൻ ഈക്വൽ റേഷ്യോ. അങ്ങനെ ഈക്വൽ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ബൈ കൺവേഴ്സ് ഓഫ് തേൽസ് തിയറം വാട്ട് വി ക്യാൻ സേ, ആ എടുത്ത ലൈനും ആ ലൈൻ അഭിമുഖമായി നിൽക്കുന്ന സൈഡും QR-ഉം പാരലായിരിക്കും. സോ ബൈ കൺവേഴ്സ് ഓഫ് തേൽസ് തിയറം EF should be parallel to QR. Very very important and very interesting and very simple proof. ഒറ്റൊരു കാര്യം മാത്രമേ ആലോചിക്കാനുള്ളൂ. കുറച്ച് കോമൺ സെൻസ് ഉപയോഗിക്കുക. തേൽസ് തിയറവും കൺവേഴ്സ് ഓഫ് തേൽസ് തിയറവും ഞാൻ പറഞ്ഞപ്പം അത് ലാഘവത്തോട് കേട്ട് നിന്ന കുട്ടികൾക്ക് ഇത് മനസ്സിലാവില്ല. ഞാൻ 40 മിനിറ്റ് എടുത്ത് ഒരു കാര്യം 10 പ്രാവശ്യം പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മനസ്സിലറിയാമായിരുന്നു ഇങ്ങനത്തെ പ്രോബ്ലംസ് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ഈ പ്രോബ്ലം ഇതേ അളവിൽ ഞാൻ ഉദ്ദേശിച്ചത് ഏത് അളവാണോ അതേ അളവിൽ ഉൾക്കൊള്ളുന്ന കുട്ടികൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഇപ്പോൾ തോന്നിയിട്ടുണ്ടാവും. അവർക്ക് മനസ്സിലാവും ഇതൊന്നും ചെയ്യുന്നത് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല എന്ന്. എന്തൊക്കെയാണ് നമ്മൾ ചെയ്തതെന്ന് ആലോചിച്ചൊക്കെ ഇത് ഈ കണ്ടീഷനിൽ നിന്നും ഒരു ഇക്വേഷൻ, ഈ കണ്ടീഷനിൽ നിന്നും തേൽസ് തിയറം അപ്ലൈ ചെയ്തിട്ട് അടുത്ത ഇക്വേഷൻ, അത് രണ്ടും കണക്ട് ചെയ്തപ്പോൾ നോക്കുമ്പോൾ ഇങ്ങനെ കിട്ടി. ഇനി നമ്മൾ ചിന്തിച്ചു, ഇങ്ങനെ ഈ രണ്ട് റേഷ്യോ ഈക്വലായി വന്നു കഴിഞ്ഞാൽ എന്താണ് അവിടെ കൺവേഴ്സ് ഓഫ് തേൽസ് തിയറം അപ്ലൈ ചെയ്ത് ഇങ്ങനെ പറഞ്ഞുകൂടി? അത്രയേ ഉള്ളൂ. അത്ര മാത്രമേ നമ്മൾ ചെയ്തുള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള പ്രൂഫ്, വളരെ ഗൗരവമായിട്ട് നിങ്ങൾ കാണേണ്ട പ്രൂഫ്. ഷാൽ വി ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? ഇതേ പാറ്റേണിൽ ചെയ്യുന്ന ക്വസ്റ്റ്യനാണ് ക്വസ്റ്റ്യൻ നമ്പർ 6. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 6 വായിച്ചൊക്കെ. ഇൻ ഫിഗർ 6.21 ദിസ് ഈസ് യുവർ ഫിഗർ. ആ ഫിഗറിൽ ഈ കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ഇതൊക്കെ തന്നിട്ടുള്ള കാര്യങ്ങളാണ്. ശ്രദ്ധയോടെ വായിക്കുക. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇതാണ്. വളരെ ശ്രദ്ധിച്ചൊരു 2 പ്രാവശ്യം വായിക്കാം. ഓക്കെ, ജസ്റ്റ് റീഡ് ദ ക്വസ്റ്റ്യൻ വെൽ, ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദ ഗിവൺ ഫിഗർ. See, let me explain the question now.
സി ദിസ് ഈസ് യുവർ ഫിഗർ. ഒരു ചെറിയ ഉള്ളിലൊരു ട്രയാങ്കിൾ ഉണ്ട്, പുറത്തൊരു ട്രയാങ്കിൾ ഉണ്ട് എന്നൊക്കെ നമുക്ക് തോന്നും. ഇങ്ങനെയൊക്കെ കുറേ അത് ഇതൊക്കെ ഉണ്ട്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻസ് എക്സ്പ്ലെയിൻ ചെയ്യാം. എന്താണ് ഗിവൺ തിങ്? എ ബി ഈസ് പാരലൽ ടു പി ക്യു എന്ന് തന്നിട്ടുണ്ട്. പിന്നെ എ സി ഈസ് പാരലൽ ടു പി ആറും തന്നിട്ടുണ്ട്. വി ആർ സപ്പോസ് ടു പ്രൂവ് ദാറ്റ് ബി സി ഷുഡ് ബി പാരലൽ ടു ക്യു ആർ. ഇങ്ങനെ ഇതും പാരലാണെങ്കിൽ ഇതും പാരലാണെങ്കിൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ബി സിയും ക്യു ആറും പാരലാണെന്ന്. ഓക്കെ, യു മേ അണ്ടർസ്റ്റുഡ് നോ? ദിസ് ഈസ് യുവർ ക്വസ്റ്റ്യൻ. ഷാൾ വി? യെസ്. ആൻഡ് ഇതാണ് ഗിവൺ തിങ് ടു പ്രൂവ്. ഒക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് വൃത്തിയായിട്ട് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ പ്രൂഫിലോട്ട് പോകുന്നു. പ്രൂഫ് വളരെ സിമ്പിളാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇത്രയും ചെയ്ത സ്ഥിതിക്ക് നിങ്ങൾക്കിത് സ്വന്തമായി ചെയ്യാവുന്ന കാര്യമുള്ളൂ. എങ്കിലും ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. സ്വന്തമായിട്ട് ചെയ്യാവുന്ന കാര്യമുള്ളൂ എന്നറിയാം. അപ്പം നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ കഴിവുള്ള കുട്ടികൾ ജസ്റ്റ് പോസ്റ്റ് അടിച്ച് സ്വന്തമായി ചെയ്യുക. അല്ലാത്തൊരു ശ്രദ്ധിക്കുക. കാരണം എന്നെ സംബന്ധിച്ച് റിസ്ക് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ലീവ് ചെയ്യാത്തത് ഹോംവർക്കായിട്ട്. POQ ഞാൻ പറഞ്ഞു, സ്വന്തമായിട്ട് ചെയ്യാൻ കഴിവുള്ള കുട്ടികൾ ഇത് കണ്ടുകൊണ്ടിരിക്കേണ്ട, സ്വന്തമായി ചെയ്യാം കഴിവുള്ള കുറച്ച് കുട്ടികൾ കാണുന്നുണ്ട് ഇപ്പോഴും. അവരോടാണ് പറയുന്നത്. അവസാനം ഷിബിൻ സാറ് നിങ്ങൾക്കൊരു ഫ്രീഡം തരുന്നില്ല എന്ന് പറയരുത്. ഓക്കെ, നിങ്ങൾ ഫസ്റ്റ് ഈ ട്രയാങ്കിൾ POQ എന്ന് കൺസിഡർ ചെയ്തേ. അതിൽ ഒരു സൈഡാണ് PQ എന്ന് പറയുന്ന സൈഡ്. നിങ്ങൾ ഏത് ട്രയാങ്കിളാണ് കൺസിഡർ ചെയ്യേണ്ടതാ? POQ എന്ന് പറയുന്ന ഈ ട്രയാങ്കിൾ നിങ്ങളൊന്ന് കൺസിഡർ ചെയ്യുക. അതിലൊരു സൈഡാണ് എന്ത്? PQ. ആ സൈഡിന് പാരലായിട്ടൊരു ലൈനാണ് ഈ AB. ആ AB എന്ന് പറയുന്ന ലൈനും ഈ PQ എന്ന് പറയുന്ന ലൈനും പാരലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ ഈ ഒരു ട്രയാങ്കിൾ POQ, ഇപ്പോൾ ഞാൻ പറഞ്ഞ ട്രയാങ്കിൾ PQO എന്നുകൊണ്ട് പറയുന്നു. PQ എന്ന് പറയുന്ന ട്രയാങ്കിൾ നോക്കുക. ഈ ട്രയാങ്കിൾ അതിലൊരു സൈഡാണ് ഇത്, അതിൻ്റെ സൈഡിന് പാരലായിട്ടൊരു ലൈനാണ് ഇത്. അപ്പോൾ ഈ സൈഡിന് പാരലായിട്ട് ഇങ്ങനെ ഒരു ലൈൻ ഉണ്ടെങ്കിൽ തീർച്ചയായും അവിടെ അപ്ലൈ ചെയ്യാം. അതുപോലെ സിമിലർലി ഈ ട്രയാങ്കിളിലും OPR ഈ ട്രയാങ്കിളിലും ഒരു സൈഡാണിത്, അതിന് പാരലായിട്ടൊരു ലൈനാണ് ഇതെന്ന് ഗിവണാണ്. അപ്പോൾ ഈ ട്രയാങ്കിളിലും ഈ വലിയ ഈ POR എന്ന് പറയുന്ന ട്രയാങ്കിളും ഈ POQ എന്ന് പറയുന്ന ട്രയാങ്കിളും തീർച്ചയായും നമുക്ക് അപ്ലൈ ചെയ്യാം. കാരണം ആ രണ്ട് ട്രയാങ്കിളും സൈഡിന് പാരലായിട്ടൊരു ലൈൻ അതിൻ്റെ ഉള്ളിലുണ്ട്, ആ ട്രയാങ്കിളിൻ്റെ ഉള്ളിലുണ്ട്. സോ ദർ ബോത്ത് വി ക്യാൻ അപ്ലൈ തീർച്ചയായും ആൻഡ് വി വിൽ ഗെറ്റ് 2 ഇക്വേഷൻസ്. ഇൻ വ്യൂ ഓഫ് ദാറ്റ് 2 ഇക്വേഷൻ വി ക്യാൻ ഈസിലി പ്രൂവ് ദാറ്റ്. ഷാൾ ബി? യെസ്. അപ്പോൾ ഞാൻ നിങ്ങൾ പറഞ്ഞത് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ നിങ്ങളൊന്ന് നന്നായി ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഇനി ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. സോ ഇൻ ട്രയാങ്കിൾ POQ അവിടെ ഏതാണ് പാരല്? AB ഈസ് പാരലൽ ടു PQ ആയിട്ട്. PQ എന്ന് പറയുന്ന ഈ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡാണ് PQ. അതിന് പാരലായിട്ട് ആ ട്രയാങ്കിളിൻ്റെ ഉള്ളിലൊരു ലൈനാണ് AB. ആ ട്രയാങ്കിളിൻ്റെ ഉള്ളിൽ തന്നെ വേണം കേട്ടോ ആ ലൈൻ, ആ സൈഡിന് പാരലായിട്ട്. അങ്ങനെ ആയതുകൊണ്ട് ബൈ ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം ഓർ തെയിൽസ് തിയറം വാട്ട് വി ക്യാൻ സേ ക്യാൻ യു ടെൽ മീ ദാറ്റ്? OB/BQ അല്ലേ? ഈ ലൈൻ ഈ സൈഡിനെ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ ആയ OB/BQവും ഈ ലൈൻ ഈ സൈഡിനെ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ ആയ OA/APയും ഈക്വലായിരിക്കും. കാരണം പാരലാണ് ആ ലൈൻ. OB/BQ ഷുഡ് ബി ഈക്വൽ ടു OA/AP. ഫസ്റ്റ് ഇക്വേഷൻ. ദെൻ സിമിലർലി ഇൻ വിച്ച് ട്രയാങ്കിൾ? ഇൻ ട്രയാങ്കിൾ POR എന്നുള്ള ഈ ട്രയാങ്കിൾ POR സിമിലർലി എന്ന് എഴുതിയതുകൊണ്ട് ഞാൻ വീണ്ടും ഇതിങ്ങനെ പാരലാണ് BY/BPT എന്നൊന്നും ഇവിടെ എഴുതുന്നില്ല. എന്തെന്ന് എഴുതുന്നു? ജസ്റ്റ് റേഷ്യോ മാത്രം എഴുതുന്നു. എന്തെന്ന് നമുക്ക് എഴുതാം? ഈ ട്രയാങ്കിളിൽ ഈ സൈഡിന് പാരലായിട്ട് ഈ ലൈൻ ഉള്ളതുകൊണ്ട് ആ ലൈൻ ഈ സൈഡിനെ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ ആയ OA/APയും ആ ലൈൻ ഈ സൈഡിനെ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ ആയ OC/CRും ഈക്വലായിരിക്കും. സോ എന്തെന്ന് എഴുതാം? OA/AP ഷുഡ് ബി ഈക്വൽ ടു വാട്ട്? OC/CR. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വളരെ സിമ്പിളായിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇനി എന്ത് ചെയ്യുക? നെക്സ്റ്റ് ലൈൻ വെരി സിമ്പിൾ. യെസ്, യു ആർ റൈറ്റ്. ഇൻ വ്യൂ ഓഫ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഇക്വേഷൻ വാട്ട് വി ക്യാൻ സേ? OB/BQ OA/AP ആണ്. ആ OA/AP ആണ് OC/CRന് ഈക്വൽ ആയത്. അതിൻ്റെ അർത്ഥം OB/BQയും OC/CRും ഈക്വൽ ആണെന്നാണ്. ഇനി അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറയണ്ടല്ലോ, റീസണൊക്കെ നിങ്ങൾക്ക് അറിയാം. OB/BQ ഷുഡ് ബി ഈക്വൽ ടു വാട്ട്? OC/CR. അത് രണ്ടും ഈക്വലായി. ഇത് വെച്ചിട്ട് ഈ ഒരു കണ്ടീഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് BC പാരലൽ ടു QR പ്രൂവ് ചെയ്യാൻ പറ്റുമോ? അതെ, പറ്റും. കാരണം എന്താ? ഇനി നിങ്ങൾ BC പാരലൽ ടു QR എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾ കൺസിഡർ ചെയ്യുന്ന ട്രയാങ്കിൾ എന്താണ്? ട്രയാങ്കിൾ OQR ആണ്. സോ കൺസിഡർ ട്രയാങ്കിൾ OQR. കാരണം നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് BCയും QRും പാരലാണ്. അപ്പോൾ ഈ ട്രയാങ്കിളിലോട്ട് നമ്മുടെ ഫോക്കസ് വേണം.
അപ്പോൾ ഇൻ ട്രയാങ്കിൾ ഒ ക്യു ആർ. ഇനി ആ ട്രയാങ്കിളിൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ബി സിയും ക്യു ആറും പാരലാണെന്നാണ്. അതായത് ബി സി ക്യു ആർ എന്ന് പറയുന്ന സൈഡിന് കറസ്പോണ്ടിങ് ആയിട്ട് വന്ന ഈ ലൈനും ആ സൈഡും പാരലാണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ കൺവേഴ്സ് ഓഫ് തെയിൽസ് തിയറം അപ്ലൈ ചെയ്തിട്ട് അങ്ങനെ പ്രൂവ് ചെയ്യണമെങ്കിൽ എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ഈ ട്രയാങ്കിളിൽ, ഐ റിപ്പീറ്റ്, കൺവേഴ്സ് ഓഫ് തെയിൽസ് തിയറമാണ് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എന്താ, ഇതും ഓട്ടോമാറ്റിക്കായിട്ട് ഓൾറെഡി പാരലാണെങ്കിൽ മാത്രമേ തെയിൽസ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. പാരലല്ലല്ലോ, നമുക്ക് പ്രൂവ് ചെയ്യണം പാരലാണെന്ന് തന്നിട്ടില്ല. പാരലാണെന്ന് ഗിവൺ കണ്ടീഷൻ ആണെങ്കിൽ മാത്രമേ തെയിൽസ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പ്രൂവ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കൺവേഴ്സ് ഓഫ് തെയിൽസ് തിയറമേ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കൺവേഴ്സ് ഓഫ് തെയിൽസ് തിയറം പറയുന്നത് എന്താണ്? ഈ ട്രയാങ്കിളിലെ ഈ ലൈൻ ഈ സൈഡിനെയും ഈക്വൽ റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ, അതായത് ഒ ബി ബൈ ബി ക്യൂവും ഒ സി ബൈ സി ആറും ഈക്വൽ ആണെങ്കിൽ ബി സിയും ക്യു ആറും പാരലാണ് അല്ലേ? കൺവേഴ്സ് ഓഫ് തെയിൽസ് തിയറം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. ഈ ലൈനും പാരലാണെന്ന് പ്രൂവ് ചെയ്യാൻ എന്ത് കണ്ടെത്തണം? ഈ സൈഡിന് ഈക്വൽ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്നത് നമ്മൾ ആദ്യം പ്രൂവ് ചെയ്തിരിക്കണം. എങ്കിലേ ഈ ലൈനും ഈ സൈഡും പാരലായിട്ട് വരുള്ളൂ കൺവേഴ്സ് ഓഫ് തെയിൽസ് തിയറം അനുസരിച്ച്. അതായത് ഇതേ ബൈ ഇത് ഷുഡ് ബി ഈക്വൽ ടു ഇതേ ബൈ ഇത്. അതായത് ഇവിടെ നമുക്ക് എന്ത് ശരിക്കും നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റിയാൽ ബി സിയും ക്യു ആറും പാരലാണെന്ന് പറയാം? ഒ ബി ബൈ ബി ക്യൂവും ഒ സി ബൈ സി ആറും ഈക്വൽ ആണെങ്കിൽ. അതല്ലേ നമ്മളിപ്പോൾ പ്രൂവ് ചെയ്ത് എത്തിയത്, ഒ ബി ബൈ ബി ക്യൂവും ഒ സി ബൈ സി ആറും ഈക്വൽ ആണെന്ന്. യെസ്. സോ ഇൻ ട്രയാങ്കിൾ ഒ ക്യു ആർ we proved what OB by BQ is already equal to OC by CR. That implies BC divides the sides OQ and OR in equal ratio, isn't it? അപ്പോൾ ബി സി ഈ സൈഡിനെ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ ആയി ഒ ബി ബൈ ബി ക്യൂവും ബി സി ഈ സൈഡിനെ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ ആയി ഒ സി ബൈ സി ആറും ഈക്വൽ ആണെന്ന് നമുക്ക് കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് എന്തെന്ന് പറയാം? ബി സി എന്ന് പറയുന്ന ലൈൻ ക്യു ആർ എന്ന് പറയുന്ന സൈഡിന് പാരലാണ്. കാരണം കൺവേഴ്സ് ഓഫ് തെയിൽസ് തിയറം പറയുന്നത് എന്താണ്? ഒരു ട്രയാങ്കിളിൽ ഇങ്ങനെ വരച്ച ലൈൻ ഈ സൈഡിന് പാകണമെങ്കിൽ വരച്ച ലൈൻ ഇതിനെയും ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ ഈക്വൽ ആയിരിക്കണം. അതിപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്തു. ഓക്കെ. സോ ബി സി ഡിവൈഡ്സ് ഒ ക്യു ആൻഡ് ഒ ആർ ഇൻ ഈക്വൽ റേഷ്യോ. ഇത് പറയുന്നത് അതാണ്. ദാറ്റ് ഇംപ്ലൈസ് ബി സി ഈസ് പാരലൽ ടു ക്യു ആർ. ഹെൻസ് ദ പ്രൂഫ്. ദിസ് ഈസ് ദ തിങ് വി ഹാവ് ടു പ്രൂവ്. വി നീഡ് ടു പ്രൂവ്. ആക്ച്വലി സി ദിസ് ഈസ് we supposed to prove now, and we have proved now BC parallel to QR. Very simple. Just apply Thales theorem, that much only. See, now it's a time to discuss question number 9. So you can ask me a question why you are leaving 7 and 8. So I'm not leaving. By the next video we will solve, because ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമ്മൾ ഒരു വീഡിയോൻ്റെ ലാസ്റ്റായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. എന്ന് വെച്ചാൽ 9,000 ഇമ്പോർട്ടൻ്റ് അല്ല ഇമ്പോർട്ടൻ്റ് അല്ല എന്നല്ല. ഓക്കെ, 9,000 വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ അത് പെട്ടെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും, അത്രമാത്രം. ഇമ്പോർട്ടൻ്റ് ആവാത്തത് കൊണ്ടല്ല ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 7ഉം 8ഉം കുറച്ച് സമയം വേണം. അതുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് എടുക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 9 ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് നിർത്താം. ഓക്കെ, 7ഉം 8ഉം 10ഉം അടുത്ത വീഡിയോയിൽ ഞാൻ സോൾവ് ചെയ്തിടാം. സോ ഷാൽ വി ഡിസ്കസ് ക്വസ്റ്റ്യൻ നമ്പർ 9. ഫിഗർ ഇസ് നോട്ട് ദെയർ ഇൻ ദ ക്വസ്റ്റ്യൻ നമ്പർ 9. We are supposed to draw the figure ourselves. ABCD is a trapezium in which AB is parallel to DC and its diagonal intersect each other at a point O, show that AO by BO is equal to CO by DO. അപ്പോൾ ഇതാണ് ABCD ട്രപ്പീസിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം ട്രപ്പീസിയം എന്ന് പറയുന്നത് ഒരു കോട്ടിലാറ്ററലാണ്. സച്ച് ദാറ്റ് വൺ പെയർ ഓഫ് പാരലൽ സൈഡ്സ് ഉണ്ടാകും എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഇങ്ങനൊരു ട്രപ്പീസിയത്തിൻ്റെ ഒരു ജനറൽ ഒരു കോമൺ ഫിഗർ എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്. അതാ ഒരു സൈഡ് പാരലാണല്ലോ, ഇതുമാണ് പാരലായിട്ടുള്ള സൈഡ്. അതുകൊണ്ട് ഇതിനെ ട്രപ്പീസിയം എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് പെയർ ക്യാൻ ബി പാരലർ ഓർ ക്യാനോട്ട് ബി, നമുക്കറിയില്ല. എന്തായാലും ഒരു പെയർ പാരലുണ്ട്. അതുകൊണ്ടാണ് ഇതിന് ട്രപ്പീസിയത്തിൻ്റെ ഒരു ജനറൽ ഷേപ്പ് ഇതാണ്. ഓക്കെ, അതിൻ്റെ പേര് ABCD ആണ്. സോ ABCD എന്നിട്ട് ഒബ്വിയസ്ലി ഇറ്റ് ഈസ് ഗിവൺ ദാറ്റ് AB ഈസ് പാരലൽ ടു DC. പറഞ്ഞിട്ടുണ്ട് അവർ ABയും DCയും പാരലാണെന്ന്. സോ വളരെ സിമ്പിളായിട്ടുള്ള കാര്യം. പിന്നെ ഇറ്റ്സ് ഡയഗണൽ ഇൻ്റർസെക്ട് ഈച്ച് അതർ അറ്റ് എ പോയിൻറ്റ് O എന്ന് പറഞ്ഞാൽ രണ്ടിൻ്റെ ഡയഗണലും ഇങ്ങനെ വരുന്ന ഡയഗണൽ വരച്ചു, ഈ ഡയഗണലും വരച്ചു. അത് ഏത് പോയിൻറ്റിൽ മുട്ടുന്നുണ്ട്? Oയിൽ മുട്ടുന്നുണ്ട്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ നമുക്ക് ഒരു ചെറിയൊരു അഡീഷണൽ കൺസ്ട്രക്ഷൻ ഞാൻ നടത്തും. ആ കൺസ്ട്രക്ഷൻ നടത്തുന്നത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ കൺസ്ട്രക്ഷൻ മാത്രമാണ് നിങ്ങൾക്ക് ഒന്ന് ഗ്രാസ്പ് ചെയ്യേണ്ടത്. ബാക്കിയൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളും. പക്ഷേ ആ കൺസ്ട്രക്ഷൻ ഞാൻ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങളൊന്ന് ഗ്രാസ്പ് ചെയ്യണം.
കാരണം ചില ക്വസ്റ്റ്യനിൽ നമ്മൾ ചെറിയ കൺസ്ട്രക്ഷൻ ചെയ്താലേ പ്രൂഫിലോട്ട് എത്തുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ആ കൺസ്ട്രക്ഷൻ മാത്രം ഒന്ന് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം ഓർത്ത് വെച്ചാൽ ബാക്കിയുള്ളതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് തേൽസിറൊക്കെ അപ്ലൈ ചെയ്ത് അങ്ങ് നേരത്തെയൊക്കെ പോയ പോലെ സ്മൂത്തായിട്ട് അങ്ങ് പോയിക്കോളും. അപ്പം ഈ കൺസ്ട്രക്ഷൻ ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ പ്രൂവ് ചെയ്യേണ്ടത് എന്താണ് ഗിവൺ എന്തൊക്കെയാണ്? എ ബി സി ഡി ഈസ് എ ട്രപ്പീസ് എന്ന് പറയാം, ഡയഗണൽ ഇൻ്റർസെക്റ്റ് അറ്റ് ഒ എന്ന് പറയാം, പിന്നെ എ ബിയും പാരലൽ ടു ഡി സിയും, അതും ഇമ്പോർട്ടൻറ്റ് ഗിവൺ തിങ് ആണ്. ഇനി എന്താണ് ടു ഷോ അല്ലെങ്കിൽ ടു പ്രൂവ്? എന്താണ്? എ ഒ ബൈ ബി ഒ ഷുഡ് ബി ഈക്വൽ ടു സി ഒ ബൈ ഡി ഒ. ഇതാ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എ ഒ ബൈ ബി ഒ ഷുഡ് ബി ഈക്വൽ ടു സി ഒ ബൈ ഡി ഒ. ഇത് ഈസ് ഈക്വൽ ടു ഇത് ബൈ ഇത്, അതൊക്കെയാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഒന്നുകൂടെ പറയാം. എ ഒ ബൈ ബി ഒ ഷുഡ് ബി ഈക്വൽ ടു സി ഒ ബൈ ഡി ഒ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചെറിയൊരു കൺസ്ട്രക്ഷൻ ഞാൻ ചെയ്യും. ആ കൺസ്ട്രക്ഷൻ എന്തുകൊണ്ട് ചെയ്തു എന്നുള്ള കാര്യം നിങ്ങൾക്ക് അവസാനം മനസ്സിലാവും, ഇപ്പോൾ ചിലപ്പോൾ മനസ്സിലാവില്ല. ഞാൻ ഇവിടെ ഒരു എനിക്ക് തെയിൽസ് തിയറം അപ്ലൈ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ പറഞ്ഞുതരാം ആ കൺസ്ട്രക്ഷൻ എന്തുകൊണ്ട് ചെയ്യുന്നത്. എനിക്കിവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന തിയറം തെയിൽസ് തിയറമാണ് അല്ലേ? കൺവേഴ്സ് ഓഫ് തെയിൽസ് തിയറം അല്ലെങ്കിൽ തെയിൽസ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു സാധ്യത ഇവിടെ ഇപ്പം നിലവിലില്ല. കൺവേഴ്സ് ഓഫ് തെയിൽസ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഒട്ടും പറ്റില്ല. കാരണം കൺവേഴ്സ് ഓഫ് തെയിൽസ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റണമെങ്കിൽ സൈഡിൻ്റെ റേഷ്യൂ ഈക്വലാന്ന് പറയണം. അത് വെച്ചിട്ടൊക്കെയാണ് റേഷ്യൂ ഈക്വലാന്ന് പറഞ്ഞെങ്കിൽ കൺവേഴ്സ് ഓഫ് തെയിൽസ് തിയറം അപ്ലൈ ചെയ്യണമെങ്കിൽ ഒരു ട്രയാങ്കിളിലെ ഒരു സൈഡിന് പാരലായിട്ടൊരു ലൈൻ വേണം. ഇനി കൺവേഴ്സ് ഓഫ് തെയിൽസ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റണമെങ്കിൽ റേഷ്യൂ ഒരു ലൈൻ രണ്ട് സൈഡിനെ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യൂ ഈക്വലാണെന്നൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ പാരലാണെന്നുള്ള രീതി. അപ്പം കൺവേഴ്സ് ഓഫ് തെയിൽസ് തിയറത്തിന് ഒട്ടും ഹോപ്പില്ല ഇവിടെ. കാരണം റേഷ്യൂവിനെ സംബന്ധിച്ച് ഒരു വിവരവും ഗിവൺ ഇല്ല. ഇത്രയാണ് ഗിവൺ കണ്ടീഷൻ. ഇതിലൊന്നും റേഷ്യൂവിനെ സംബന്ധിച്ച് ഒരു വിവരവും തന്നിട്ടില്ല. അതുകൊണ്ട് കൺവേഴ്സ് ഓഫ് തെയിൽസ് തിയറം പറ്റില്ല. പക്ഷേ തെയിൽസ് തിയറം അപ്ലൈ ചെയ്യണമെങ്കിൽ ഒരു ട്രയാങ്കിൾ ഒരു സൈഡിന് പാരലായിട്ടൊരു ലൈനും വേണം. അപ്പം തെയിൽസ് തിയറം പറ്റില്ല, കൺവേഴ്സ് ഓഫ് തെയിൽസ് തിയറം പറ്റില്ല. അപ്പോൾ രണ്ടും പറ്റില്ല. ഒട്ടും പറ്റാത്ത ഏതാണ്? കൺവേഴ്സ് ഓഫ് തെയിൽസ് തിയറം. കാരണം എന്താ? റേഷ്യൂവിനെ സംബന്ധിച്ച് ഒന്നും തന്നിട്ടില്ല. അപ്പോൾ കൺവേഴ്സ് ഓഫ് തെയിൽസ് തിയറം പറ്റില്ല എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. ഇനി തെയിൽസ് തിയറം കൂടെ പറ്റാണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിത് നോക്കി ചിരിച്ചുകൊണ്ടിരിക്കാനല്ലേ പറ്റുള്ളൂ. അതുകൊണ്ട് തെയിൽസ് തിയറം എങ്ങനെയെങ്കിലും പറ്റിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്തേക്ക്. എ ബി ഡി, ഐ റിപ്പീറ്റ്, എ ബി ഡി എന്ന് പറയുന്ന ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. ഈ ട്രയാങ്കിളിൻ്റെ ഉള്ളിൽ ഓക്കെ, എ ബി ഡി എന്ന് പറഞ്ഞ ട്രയാങ്കിൾ, അതിലൊരു സൈഡാണ് എ ബിക്ക് പാരലായിട്ടൊരു ലൈൻ ഉണ്ടായിരുന്നെങ്കിൽ ഈ ട്രയാങ്കിൾ എ ബി ഡിയിൽ നമുക്ക് തെയിൽസ് തിയറം അപ്ലൈ ചെയ്യാമായിരുന്നു അല്ലേ? ആ ഒരു കൺസ്ട്രക്ഷനാണ് ഞാനിവിടെ നടത്താൻ പോകുന്നത്. ഇല്ലല്ലോ, ഈ ട്രയാങ്കിൾ എ ബി ഡിയിൽ ഞാൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യുന്നു. ഒരു സ്കെച്ച് പേന ഉണ്ടായിരുന്നു, അത് ഇറങ്ങി ഓടിപ്പോയെന്ന്. ഈ ട്രയാങ്കിൾ എ ബി ഡിയിൽ എന്ന് പറയുന്ന ഈ ട്രയാങ്കിളിൽ എ ബി എന്ന് പറയുന്ന ഒരു സൈഡ് ഉണ്ട്. ഡൗട്ടൊന്നുമില്ലോ. അതിന് പാരലായിട്ടൊരു ലൈൻ അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നെങ്കിൽ തെയിൽസ് തിയറം അപ്ലൈ ചെയ്യാമായിരുന്നു. അപ്പോൾ അതില്ല. അതുകൊണ്ട് ഞാൻ ആ കൺസ്ട്രക്ഷനിലൂടെ അതവിടെ വരുത്തുന്നു. അതായത് എ ബിക്ക് പാരലായിട്ടൊരു ലൈൻ ഞാൻ ഇവിടെ വരയ്ക്കുന്നു. ലെറ്റ് ഇറ്റ് ബി, ഇവിടെ ഒരു പോയിൻ്റ് ഒ ഉണ്ട്. ലെറ്റ് ഇറ്റ് ബി സം ഒ ആർ. നൗ ആർ ഒ ഈസ് പാരലൽ ടു ആർ ഒ ഈസ് പാരലൽ ടു എ ബി എന്ന് പറയുന്ന സൈഡിന് പാരലായിട്ടൊരു ലൈൻ ഞാൻ ആർ ഒ വരയ്ക്കുന്നു, കൺസ്ട്രക്റ്റ് ചെയ്യുന്നു. കാരണം എന്താ? എനിക്കിത് സോൾവ് ചെയ്യണം അല്ലേ? അതിന് തക്കതായിട്ടുള്ള സഫീഷ്യൻറ്റ് കണ്ടീഷൻ ഇല്ലാത്തത് കൊണ്ട് ഞാൻ അഡീഷണൽ ആയിട്ടൊന്ന് കൺസ്ട്രക്റ്റ് ചെയ്യുന്നു. ചില പ്രോബ്ലത്തിൽ അത് പറ്റും, ചില പ്രോബ്ലത്തിൽ അതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല, ഓൾറെഡി ഉണ്ടാകും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അങ്ങനെ ചെയ്യാം. ചില പ്രോബ്ലത്തിൽ ഇങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചിട്ട് നാളെ മുതൽ ഇനി എല്ലാത്തിലും ഇങ്ങനെ ഒരുപാട് കൺസ്ട്രക്ട് ചെയ്യരുത്. അപ്പം ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് കൺസ്ട്രക്ട് ചെയ്യാം, അതിനൊരു പ്രശ്നമില്ല. ഓക്കെ. ഇനി മിക്ക പ്രോബ്ലത്തിനും അങ്ങനെ ഒരു ലൈനിൻ്റെ പ്രസൻസ് ഉണ്ടാവും. ഇല്ലെങ്കിൽ കൺസ്ട്രക്ട് ചെയ്യുക എന്നുള്ളതാണ് ഓപ്ഷൻ. ഇപ്പോൾ നമ്മളിവിടെ കൺസ്ട്രക്ട് ചെയ്തു. എന്താ ചെയ്തത്? ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഉണ്ടായിരുന്നു, അതിന് ഈ ഒരു സൈഡിന് പാരലായിട്ടൊരു ലൈൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ തെയിൽസ് തിയറം അപ്ലൈ ചെയ്യാമായിരുന്നല്ലോ. കാരണം എന്താ? ഒരു ട്രയാങ്കിളിൽ ഒരു സൈഡിന് പാരലായിട്ടൊരു ലൈൻ ഉണ്ടെങ്കിൽ അവിടെ തെയിൽസ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു ലൈൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ കൺസ്ട്രക്ട് ചെയ്തു. ഇപ്പം മനസ്സിലായല്ലോ ആ കൺസ്ട്രക്ഷൻ്റെ റീസൺ? ഓക്കെ, മനസ്സിലായി വിചാരിക്കുന്നു. അപ്പോൾ എന്താണ് ഇപ്പോൾ ഞാൻ ചെയ്തത്? പ്രൂഫ്. ഒരേ ഒരു കൺസ്ട്രക്ഷൻ മാത്രം. കൺസ്ട്രക്ട് ആർ ഒ പാരലൽ ടു എ ബി എന്ന് പറയുന്ന സൈഡിന് പാരലായിട്ടൊരു ലൈൻ, എ ബി എന്ന് പറയുന്ന സൈഡിന് പാരലായിട്ടൊരു ലൈൻ ആ ട്രയാങ്കിൾ എ ബി ഡിൻ്റെ ഉള്ളിൽ ആർ ഒ വരച്ചു. കൺസ്ട്രക്ട് ആർ ഒ പാരലൽ ടു എ ബി ഇൻ വിച്ച് ട്രയാങ്കിൾ? ഇൻ ട്രയാങ്കിൾ എ ബി ഡി. ട്രയാങ്കിളിൻ്റെ ഉള്ളിൽ ട്രയാങ്കിൾ എ ബി ഡിയുടെ ഉള്ളിൽ ആ എ ബിക്ക് പാരലായിട്ട് ആർ ഒ കൺസ്ട്രക്ട് ചെയ്തു.
ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ആർ ഒ എന്ന് പറയുന്നത് എ ബിക്ക് പാരലാണ്, എ ബി എന്ന് പറയുന്നത് ഡി സിക്ക് പാരലാണ്. ഐ റിപ്പീറ്റ്, ആർ ഒ എന്ന് പറയുന്നത് എ ബിക്ക് പാരലാണ്, ആ എ ബി എന്ന് പറയുന്നത് ഡി സിക്ക് പാരലാണ്. അപ്പോൾ ആർ ഒയും ഡി സിയും പാരലായിരിക്കൂലേ? പാരലാവൂലേ? ഓക്കെ, ഈ മാർക്കർ ഇതുകൊണ്ട് ഈ മാർക്കിന് പാരലാണ്. ഓക്കെ, ഇനി ഈ മാർക്കർ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നു, ഈ മാർക്കർ ഇതിന് പാരലാണ്, ഇതേ മാർക്കർ ഈ മാർക്കറിന് പാരലാണ്. അതായത് ഇതും പാരലാണ്, അതും പാരലാണ്. അപ്പോൾ ഒബ്വിയസ്ലി ഇത് രണ്ടും പാരലായില്ലേ? യെസ്. ഇനി പോട്ടെ. അതുപോലെ തന്നെ ആർ ഒയും എ ബിയും പാരലാണ്. ഇനി എ ബിയും ഡി സിയും പാരലായതുകൊണ്ട് ആർ ഒയും ഡി സിയും ഒബ്വിയസ്ലി പാരലായിരിക്കും. ഓക്കെ, സോ ദാറ്റ് ഇംപ്ലൈസ് നമുക്ക് ട്രിവിയലായിട്ട് എഴുതാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. ചുമ്മാ എഴുതി വെച്ചേക്ക്, ആർ ഒ ഈസ് പാരലൽ ടു ഡി സി ഓൾസോ. അവിടെ കിടക്കട്ടെ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ് ഞാനിപ്പോൾ ബ്ലാക്ക് ആയിട്ട് മാർക്ക് ചെയ്ത ട്രയാങ്കിളിലോട്ട് വരുന്നു. ട്രയാങ്കിൾ എ ബി ഡിയിലോട്ട് വരുന്നു. ഇൻ ട്രയാങ്കിൾ എ ബി ഡി ക്യാൻ യു അപ്ലൈ തേൽസ് തിയറം ദർ? യെസ്. ട്രയാങ്കിൾ എ ബി ഡിയിൽ ഒരു സൈഡാണ് എ ബി, അതിന് പാരലായിട്ടൊരു ലൈൻ ആർ ഒ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ക്രോസ് ആയിട്ട് വരച്ച ആ സാധനം അങ്ങ് മറന്നേക്ക് കേട്ടോ. ഈ എ എന്നുള്ള ഒരു സാധനം അവിടെ ഇല്ലയെന്ന് വെച്ചാൽ ഞാൻ ഇനി മാറ്റി വരയ്ക്കേണ്ട കാര്യമില്ലല്ലോ, അതവിടെ ഇല്ലയെന്ന് വിചാരിക്കുക. ട്രയാങ്കിൾ എ ബി ഡി മാത്രം മനസ്സിൽ കൊണ്ടുവരിക. എ ബി എന്ന് പറയുന്ന സൈഡിന് പാരലായിട്ടുള്ള ആർ ഒ എന്ന് പറയുന്ന ലൈനും മനസ്സിൽ കൊണ്ടുവരിക. അപ്പം ഒരു സൈഡിന് പാരലായിട്ടൊരു ലൈൻ ഉണ്ടെങ്കിൽ അവിടെ തേൽസ് തിയറം അപ്ലൈ ചെയ്യാം. സോ ഇൻ ട്രയാങ്കിൾ എ ബി ഡി ബൈ സിൻസ് ആർ ഒ ഈസ് പാരലൽ ടു എ ബി, അത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് എഴുതണം. സിൻസ് ആർ ഒ ഈസ് പാരലൽ ടു എ ബി ബൈ ബി പി ടി ഓർ ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം, വാട്ട് വി ക്യാൻ സേ? If a line is parallel to one side of the triangle, then that line divides the remaining two sides in an equal ratio. That means dr by, tell me, RA. Tell me, dr by RA should be equal to, dr by RA should be equal to DO by OB. അല്ലേ? DO by OB. ഒന്നും കൂടെ വേണേൽ റിപ്പീറ്റ് ചെയ്ത് തരാം. ഈ ലൈൻ ഇതിന് പാരലായതുകൊണ്ട്, ആ രീതിയിൽ കൺസ്ട്രക്ട് ചെയ്തുകൊണ്ട് ആ ലൈൻ ഈ സൈഡിനെ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോയും ഈ സൈഡിനെ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ ഈക്വൽ ആയിരിക്കും. അതായത് ഡി ആർ ബൈ ആർ എ ഷുഡ് ബി ഈക്വൽ ടു ഡി ഒ ബൈ ഒ ബി. ലെറ്റ് ഇറ്റ് ബി യുവർ ഫസ്റ്റ് ഇക്വേഷൻ. ഐ തിങ്ക് ഇറ്റ് ഈസ് ക്ലിയർ. ഓക്കെ, ഇനി നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ട്രയാങ്കിൾ ഏതാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇൻ ട്രയാങ്കിൾ യു ജസ്റ്റ് കൺസിഡർ ട്രയാങ്കിൾ എ ഡി സി നൗ. വിച്ച് ട്രയാങ്കിൾ? എ ഡി സി. കൺസിഡർ ട്രയാങ്കിൾ എ ഡി സി. നിങ്ങൾക്ക് അങ്ങനെ അവിടെ കുറച്ച് ബുദ്ധിമുട്ടാണ് അതങ്ങനെ കൺസിഡർ ചെയ്തെടുക്കാൻ, അതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് ഒന്ന് വരയ്ക്കാം. എ ഡി സി ആണ് ഞാനിവിടെ വരച്ചിരിക്കുന്നത്. എ ഡി സി ഈ ട്രയാങ്കിൾ ഇവിടെ വരച്ചിട്ടുണ്ട്. അതിൽ ഡി സി എന്ന് പറയുന്നൊരു സൈഡ്, അതിന് പാരലായിട്ടൊരു ലൈനല്ലേ ഈ ആർ ഒ? എന്തുകൊണ്ടത്? നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് ആർ ഒ ഈസ് പാരലൽ ടു ഡി സി. നമ്മൾ ആ മാർക്കറിൻ്റെ കേസ് വെച്ചിട്ട് നമ്മൾ പറഞ്ഞില്ലേ ആർ ഒ ഈസ് പാരലൽ ടു ഡി സി എന്ന്. അതായത് ഈ ട്രയാങ്കിളിൽ ഒരു സൈഡായ ഡി സിക്ക് പാരലായിട്ട് വന്നു എന്ത്? ആർ ഒ. അങ്ങനെയാണെങ്കിൽ ഈ ട്രയാങ്കിളിലും നമുക്ക് തേൽസ് തിയറം ഉപയോഗിച്ചൂടെ? കാരണം എന്താ? ഈ ട്രയാങ്കിൾ ഒരു സൈഡാണ് ഡി സി, അതിന് പാരലായിട്ടൊരു ലൈൻ ആർ ഒ വന്നു. അത് വേറെ ലൈനൊന്നുമല്ല, നേരത്തെ ട്രയാങ്കിളുള്ള ലൈൻ തന്നെയാണ്. അപ്പോൾ നേരത്തെ ട്രയാങ്കിൾ ബ്ലാക്കാണ് കൺസിഡർ ചെയ്ത്, അതിൽ ആ ലൈൻ ഈ സൈഡിന് പാരലായിട്ട് വന്നു, അവിടെ തേൽസ് തിയറം അപ്ലൈ ചെയ്തു. അതേ ലൈൻ തന്നെ എ സി ഡി എന്ന് പറയുന്ന ഈ ചെരിഞ്ഞ് കിടക്കുന്ന ട്രയാങ്കിളിലും ഒരു സൈഡിന് പാരലായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അവിടെയും ഈ ട്രയാങ്കിളിൽ അത് മാറ്റി വരച്ചാണ് തേൽസ് തിയറം അപ്ലൈ ചെയ്തൂടെ? യെസ്. സോ ഇൻ ട്രയാങ്കിൾ എ ഡി സി, സിൻസ് ആർ ഒ ഈസ് പാരലൽ ടു ഡി സി, കുറച്ച് കോമൺ സെൻസും കുറച്ച് നന്നായി മാച്ചിനോട് ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികൾക്കൊക്കെയാണ് ഈ ഒരു ഭാഗമൊക്കെ മനസ്സിലാവുള്ളൂ. കാരണം ഇതൊക്കെ പഠിക്കാൻ ഒരു ഇൻട്രസ്റ്റ് മനസ്സിൽ വേണം. സിൻസ് ആർ ഒ ഈസ് പാരലൽ ടു ഡി സി, ഇത് ബൈ ഹാർട്ട് പഠിക്കുകയല്ല വേണ്ടത്. ആർ ഒ ഈസ് പാരലൽ ടു ഡി സി എന്തെന്ന് എഴുതാം? അവിടെ വി ക്യാൻ അപ്ലൈ വിച്ച് തിയറം? തേൽസ് തിയറം. വിച്ച് തിയറം? തേൽസ് തിയറം. സോ ബൈ ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം ഓർ തേൽസ് തിയറം. ഇവിടെ എഴുതണം കേട്ടോ, ബൈ തേൽസ് തിയറം ഇവിടെ എഴുതാൻ മറന്നുപോയി. ബി പി ടി. ഓക്കെ, ബേസിക് പ്രൊപ്പോർഷൻ. ഇങ്ങനെ ബി പി ടി എഴുതിയത് ബേസിക് പ്രൊപ്പോർഷണൽ തിയറം തന്നെ എഴുതണം കേട്ടോ, ഷോർട്ട് ഫോം ഉപയോഗിക്കരുത്. ആർ ഒ ഈസ് പാരലൽ ടു ഡി സി ആയതുകൊണ്ട് നമുക്ക് ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം ഇവിടെ ഉപയോഗിക്കാം. എന്താണ് പറയുന്നത്? ഒരു ട്രയാങ്കിളിൻ്റെ സൈഡിന് പാരലായിട്ട് ലൈൻ ഉണ്ടെങ്കിൽ ആ ലൈൻ ഈ രണ്ട് സൈഡിനെയും ഈക്വൽ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യും. ആ റേഷ്യോ എഴുതാം നമുക്ക്. പറഞ്ഞോ, എന്താ റേഷ്യോ? ഡി ആർ ബൈ ആർ എ ഷുഡ് ബി ഈക്വൽ ടു സി ഒ ബൈ ഒ എ. isn't it? dr by ra should be equal to co by oa. Let it be your second equation. Now what we can do? Just compare both equations. Okay. In view of first and second equation,
ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഇക്വേഷൻ. ഇനി ചിലപ്പോൾ നിങ്ങൾക്ക് വരാവുന്ന സംശയങ്ങൾ, സാർ എന്തുകൊണ്ട് ഈ ബ്ലാക്കും ഇത് മാത്രം കൺസിഡർ ചെയ്തു, സാറിന് എന്തുകൊണ്ട് ഈ ബ്ലാക്കും പിന്നെ വേറൊരു ട്രയാങ്കിൾ എടുത്തില്ല? കാരണം വേറൊരു ട്രയാങ്കിളിൽ ഒരു സൈഡിന് പാരലായിട്ടൊരു ലൈനിൻ്റെ പ്രസൻസ് ഇല്ലല്ലോ. ഈ ബ്ലാക്കിലും നമുക്ക് എല്ലാത്തിലും കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റില്ല. ഒരു കൺസ്ട്രക്ഷനെ ഏറ്റ ടൈം ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാണ്ട് എല്ലാത്തിലും കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റില്ല. ആ കൺസ്ട്രക്ഷൻ കൊണ്ട് നമ്മൾ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യുക, ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന് പറയുന്ന പോലെ. ഓക്കെ, സോ ഇൻ വ്യൂ ഓഫ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഇക്വേഷൻ, ഫസ്റ്റ് ഇക്വേഷൻ പറയുന്നത് ഡി ആർ ബൈ ആർ ഐ ഇസിക്കൽ ഡി ഒ ബൈ ഒ ബി എന്നാണ്. സെക്കൻഡ് ഇക്വേഷൻ പറയുന്നത് ഡി ആർ ബൈ ആർ ഐ ഇസിക്കൽ സി ഒ ബൈ ഒ എന്നാണ്. അപ്പം രണ്ട് ഇക്വേഷൻ എൽ എച്ച് ഈക്വൽ ആണ്. സോ ആർ എച്ച് എസ് ഷുഡ് ബി ഈക്വൽ നോ, ഇസ്ന്റ് ഇറ്റ്? ദാറ്റ് മീൻസ് വാട്ട്? ഡി ഒ ബൈ ഒ ബി ഷുഡ് ബി ഈക്വൽ ടു സി ഒ ബൈ ഒ എ. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണെന്ന് അറിയോ? എ ഒ ബൈ ബി ഒ ഇസിക്കൽ സി ഒ ബൈ ഡി ഒ ആണ്. അതാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇവിടെ എത്തിയത് എന്താ? എന്നാൽ വെട്ടിയേക്കാം എന്ന് വിചാരിച്ച് വെട്ടരുത്. ആലോചിച്ച് നോക്കണം, എങ്ങനെയെങ്കിലും ഇതിലോട്ട് എത്തിക്കാൻ പറ്റുമോ, കിട്ടിയോടത്ത് വെച്ചേന്ന്. അല്ലാണ്ട് വെട്ടുകയല്ല ചെയ്യേണ്ടത്. ഞാനൊരു കാര്യം ചോട്ടെ, എ ബൈ ബി ഇസിക്കൽ ടു സി ബൈ ഡി ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ എങ്ങനെ എഴുതാമെന്നറിയോ? നിങ്ങൾക്ക് ഈ ഡി ഇങ്ങോട്ട് എടുക്കാം, അപ്പോൾ ഡി ബൈ ബി എന്ന് എഴുതാം. ഈ ഡി ഇങ്ങോട്ട് എടുക്കും, ഈ എ ഇങ്ങോട്ടും എടുക്കാം. അതിനുള്ള ഓപ്ഷൻ ഉണ്ട്, സി ബൈ എ എന്ന് എഴുതാം. ഈ ഡീനെ ഇങ്ങോട്ട് പ്ലേസ് ചെയ്യാം, ഈ എനെ ഇങ്ങോട്ട് പ്ലേസ് ചെയ്യാം. അതായത് ഈ ഡി ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ അത് ഡി ബൈ ബി ആയി, ഈ എ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ സി ബൈ എ ആയി. അങ്ങനെ മാറ്റാൻ പറ്റും. അതിനുള്ള റീസൺ വേണമെങ്കിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. എല്ലാത്തിനും റീസൺ ഉണ്ട്. എന്താ? എ ബൈ ബി ഇസിക്കൽ സി ബൈ ഡി ആണെങ്കിൽ എ ഡി ഇസിക്കൽ ബി സി എന്ന് എഴുതാനുള്ള കാര്യം അറിയാമല്ലോ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട്. ആ റൂൾ നമ്മൾ ആദ്യമേ ഞാൻ പറഞ്ഞു തരുന്നു, എ ഡി ഇസിക്കൽ ബി സി. ഇനി ഞാൻ പറയട്ടെ, ഈ ഡി ഇവിടെ നിർത്തി, ഈ ബി ഇങ്ങോട്ട് കൊണ്ടുപോകാം. ഈ ഡി ഇവിടെ നിർത്തി, ഈ ബി ഇങ്ങോട്ട് പോകാം. അപ്പോൾ ബൈ ബി ആയില്ലേ? റൈറ്റ് സൈഡിൽ എന്ത് ബാക്കിയുണ്ട്? സി. എന്നിട്ട് ഈ എ ഇപ്പുറത്തുണ്ട് പോവാം, സി ബൈ എ. ഇതാ മുകളിൽ വന്നത് അതെന്നുള്ള റീസണായത്. അപ്പോൾ ഇതൊന്നും നിങ്ങൾ റീസൺ നോക്കണ്ട. എ ബൈ ബി ഇസിക്കൽ സി ബൈ ഡി ആണെങ്കിൽ ഈ ഡി ഇങ്ങോട്ട് എടുക്കുക, ഈ എ ഇങ്ങോട്ട് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ ഈ ബി ഇങ്ങോട്ട് എടുക്കുക, ഈ സി ഇങ്ങോട്ട് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഈ ഒ എ ഇങ്ങോട്ട് പോട്ടെ, ഒ എ ഇങ്ങോട്ട് പോട്ടെ. അപ്പോൾ എന്തായി? ഒ എ ബൈ ഒ ബി ആയി. അപ്പം ഡി ഒ ഇങ്ങോട്ട് വരണ്ടേ? അപ്പോൾ എന്തായി? മുകളിലുള്ള സി ഒ അതുപോലെ ഈ ഡി ഒ ഇങ്ങോട്ട് വേണേ ഡി ഒ. മനസ്സിലായോ? ഇത് ഇങ്ങോട്ട് എടുത്തു, ഇത് ഇങ്ങോട്ട് എടുത്തു, അത്ര മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ ഒരുപോലെ തന്നെ. ഇനി ഒ എ ബൈ ഒ ബി ഇസിക്കൽ സി ഒ ബൈ ഡി ഒ. ഒ എ എന്ന് പറഞ്ഞാൽ എ ഒ എന്ന അർത്ഥം. ഇതാ എ ഒ. ഒ ബി എന്ന് പറഞ്ഞാൽ ഇതാ ഒ ബി എന്ന് പറഞ്ഞാൽ ബി ഒ എന്നല്ല അർത്ഥം. ഇതാ ബി ഒ. ഇനി സി ഒ, ഇതാ സി ഒ. ഇതാ ഡി ഒ, ഇതാ ഡി ഒ. എല്ലാം കഴിഞ്ഞല്ലേ? റെഡിയല്ലേ? എന്തൊക്കെയാണ് നിങ്ങൾ എന്നെ പറ്റി പറഞ്ഞത്? അയാളെ എവിടെയോ കൊണ്ട് എത്തിച്ചു, ഇപ്പോൾ അയാൾ എന്തൊക്കെയാണ് പറയാം? അപ്പോൾ സംഭവം കിട്ടിയില്ലേ? അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വെട്ടരുത്, കിട്ടും. കോൺഫിഡൻസ്. ദിസ് ഈസ് ആൻസർ ഫോർ ദ ക്വസ്റ്റ്യൻസ്, ഹെൻസ് ദ പ്രൂഫ്. ഓക്കെ, സോ ദിസ് ഈസ് ഇറ്റ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുന്നു. നമ്മൾ എന്താണ് ചെയ്തത്? ഒരു ചെറിയൊരു കൺസ്ട്രക്ഷൻ നടത്തി. അപ്പോൾ രണ്ട് ഡിഫറെൻറ്റ് ട്രയാങ്കിൾസിൽ നിങ്ങൾക്ക് ആ സെയിം കൺസ്ട്രക്ഷൻ ഉപയോഗിച്ചിട്ട് തന്നെ തെയിൽസ് തിയറം അപ്ലൈ ചെയ്യാൻ രണ്ട് ഇക്വേഷൻ കിട്ടി. കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടി. അപ്പോൾ തെറ്റാന്ന് വിചാരിക്കും, ഇല്ല, ഇതിനിങ്ങോട്ട് എടുക്കാനുള്ള ഒരു റീപ്ലേസ്മെൻറ്റ് നടത്താനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ നടത്തി കഴിഞ്ഞാൽ ആൻസറായി. ആൻസർ ഫോർ ദ ക്വസ്റ്റ്യൻ. താങ്ക് യു. കുറച്ച് അധികം ഡിസ്കസ് ചെയ്തു എന്ന് തോന്നുന്നു. നിങ്ങൾ ടയേർഡായിട്ടുണ്ടാവും. നിങ്ങളിത് വീഡിയോ പല ഭാഗങ്ങളായിട്ടൊക്കെ കണ്ടു തീർക്കാം. പക്ഷേ സ്കിപ്പ് ചെയ്യാണ്ട് പൂർണ്ണമായിട്ടും കാണണം. ബിക്കോസ് വെരി ഇമ്പോർട്ടൻറ്റ് ഡിസ്കഷൻ ഇസ് ഗോയിങ് ഓൺ. Not maybe, you can expect the same type of question in board exam, maybe the same question. So it's the time to wind up the session. Thank you. Stay safe. Bye.